ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തേനുൽപാദനം വളരെ കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ തേനീച്ച കോളനി വളർത്തുന്ന എല്ലാ ആൾക്കാരും നമ്മൾ തേനീച്ച കോളനികൾക്ക് അതിൻ്റെ ഫീഡ് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ്. ആ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നേട്ടം എന്താണെന്ന് വെച്ചാൽ കോളനി വിഭജിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഒരു നവംബറൊക്കെ ആകുമ്പോഴത്തേനും ഒരു കോളനിയിൽ നന്നായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 സെറ്റായിട്ട് അതിനെ തിരിക്കാവുന്നതാണ്. നമ്മളൊരു കോളനിക്ക് കൊടുക്കുന്ന ഒരു 200 ഗ്രാം പഞ്ചസാര ലായനിയാണ് കൊടുക്കുന്നത് നോർമലിൽ. കാരണം ഒരു കോളനിക്ക് ഇപ്പം ആഴ്ച 2 പ്രാവശ്യമായിട്ട് കൊടുക്കുക. ആഴ്ച 2 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകൾ റാണി ഈച്ച കൂടുതലായിട്ട് മുട്ടയിടുകയും ഈച്ചകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കോളനിയിൽ ഒരുപാട് ഈച്ച പെരുകി നമുക്ക് കോളനി വിഭജിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഇതിനകത്തിപ്പം 4 അടകളാണ് ഇതിനകത്തുള്ളത്. ഈച്ച ഇപ്പം പഞ്ചസാര ലായനി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഈച്ചകൾക്ക് മനസ്സിലാവുന്നത് പെട്ടെന്ന് കയറി വന്ന് അതിലേക്ക് ഈച്ചകൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുകയും ഇത് വെച്ച് കൊടുക്കുന്ന ഒരു സമയത്താണ് ഈച്ചകൾ വളരെ ആക്റ്റീവായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അവർ വളരെ ആക്റ്റീവായിട്ട് പുറത്തേക്ക് പോയി ജോലി ചെയ്ത് കൂടുതൽ മെഴുകുണ്ടാക്കി അവർ അടകൾ കെട്ടി കൂടുതലായിട്ട് ഈച്ച